2025 ജനുവരി മാസം 28, 29 തീയതികൾ 2 ദിവസം വിഴിഞ്ഞത്ത് കോൺക്ലേവ് നടന്നു. ഈ കോൺക്ലേവിലേക്ക് MSc കമ്പനിയെ ക്ഷണിച്ചുകൊണ്ടുവന്നത് ഈ പറയുന്ന പി രാജീവാണ്. പി രാജീവ് MSc കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ മുതൽ മുടക്കാൻ. അപ്പൊ MSc കമ്പനിയെ 2025 ജനുവരി മാസത്തിൽ ആലോചിക്കണം നിങ്ങൾ, 1.5 വർഷം മുമ്പ് ക്ഷണിച്ചുകൊണ്ടുവരികയാണ് MSc കമ്പനിയെ. ഇവിടെ മുതൽ മുടക്കൂ എന്ന് പറഞ്ഞിട്ട് അദാനി അല്ല ക്ഷണിച്ചത്, ഈ പറയുന്ന പി രാജീവാണ്. പി രാജീവും കാരണഭൂതവും ഒക്കെയാണ്, VN വാസവനൊക്കെയാണ് ക്ഷണിച്ചത്. മറ്റേ ദിവ്യായ സയ്യരുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടിയാണ് MSc കമ്പനിയെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ആനയിച്ചു കൊണ്ടുവന്ന് MSc കമ്പനി ഷെയർ എടുത്തു കഴിഞ്ഞപ്പം ഭരണം പോയപ്പം പിന്നെ ഇനി നടത്താൻ പാടില്ല. വളരെ നിസ്സാര കാര്യമാണത്. വളരെ ലളിതമായി മനസ്സിലാക്കിയാൽ LDFന് ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി പിന്നെ ഇനി സംസ്ഥാനം ഗതി പിടിക്കരുത്. എന്തൊരു ദുഷ്ടലാക്കാണ് നോക്കിയേ അല്ലേ? 10 വർഷം ഇവര് എഴച്ച് കൊണ്ടുപോയൊരു പദ്ധതി VD സതീശൻ വരുന്ന ഒരു 5 വർഷം കൊണ്ട് ഇതും ഇതിന്റെ അനുബന്ധ പദ്ധതികളും വളരെ വളരെ കാര്യപ്രാപ്തിയോടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിൽ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി നേടുന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇതിനെ മുഴുവൻ മദ്ദിടാൻ വേണ്ടിയിട്ട്, ഇതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് MSc കമ്പനി എന്തൊരു ദുഷ്ടലാക്കോടെയാണ് വരുന്നത്. ഇവർ ക്ഷണിച്ചുകൊണ്ടെന്ന് ആൾക്കാരെ പറയുന്നതേ. ഞാൻ അന്നത്തെ ആ 28, 29 അല്ല 29, 28-ാം തീയതി ഉണ്ട്. 28-ാം തീയതി ഇന്ന് കോൺക്ലേവ് തുടങ്ങുന്നു എന്ന് പറയുന്ന വാർത്ത ദേശാഭിമാനിയുടെ 1-ാം പുറത്ത് തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് 29-ാം തീയതി, 30-ാം തീയതി ഈ 3 ദിവസങ്ങളിലും ദേശാഭിമാനിയിൽ 2-3 വാർത്തകളുണ്ട് ഇത് സംബന്ധിച്ച്. വലിയ വിഴിഞ്ഞത്ത് വൻ വികസനമാണ് വരാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് എന്താ പറയാ, ബഹുരാഷ്ട്ര കമ്പനികളെ ക്ഷണിക്കുകയാണ് ഇവര്. എന്നിട്ട് ഇപ്പം പറയാണ് കുത്തകാന്ന്. ഈ കുത്തക കമ്പനികളെ ക്ഷണിച്ച് ഇവിടേക്ക് എന്താ പറയാ, ഇവിടേക്ക് ക്ഷണിച്ച് കൊണ്ടുവന്ന് ഒരു 2 ദിവസത്തെ കോൺക്ലേവ് നടത്തി ദേശാഭിമാനിയിൽ അത് സംബന്ധിച്ച വാർത്തകളൊക്കെ കൊടുത്ത് ഇപ്പോ ഭരണം പോയതോട് കൂടിയിട്ട് ഇനിയും MSc വേണ്ട, അദാനി മഹാകള്ളൻ പരനാറി. എടോ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. ഇനി ഇവൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ ആകണം ഓഹരി കൈമാറ്റം എന്നതാണ് കൺസെഷൻ കരാറിലെ വ്യവസ്ഥ. ശരിയാടോ രാജീവേ? സംസ്ഥാന സർക്കാരിന്റെ കൺസെന്റ് വേണം, സമ്മതം വേണം. അതിനാണ് കത്ത് കൊടുത്തത്. നിങ്ങൾ ഈ കത്ത് കൊടുത്ത് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ല. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. ഇത് അവസാനം മറ്റേ മാന്നാർ മത്തായില് ഇന്നസെന്റ് പറഞ്ഞ മതി, വേണമെങ്കിൽ ഒരു എന്താ പറയാ, ഇന്നസെന്റ് എങ്ങനെയായിരുന്നു പറഞ്ഞത്, 1 മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ ഞങ്ങൾ പുറപ്പെടാം. ഞങ്ങൾ പുറപ്പെട്ടു വേണമെങ്കിൽ ഞങ്ങൾ 1 മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെ ആ മാതിരി ഡയലോഗ് അടിക്കണവനോട്, ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവനോട്. ഓഹരി കൈമാറ്റത്തിൽ അദാനിയും MScയും തമ്മിൽ ചർച്ച നടക്കുന്നതേയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരിയല്ലേ? ഓഹരി കൈമാറ്റത്തിൽ അദാനിയും MScയും തമ്മിൽ ചർച്ച നടക്കുന്നതേയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അക്കാര്യം തീരുമാനിച്ചതായി ജൂൺ 29-ന് ഒപ്പിട്ട് 30-ന് സെബിക്ക് സമർപ്പിച്ച രേഖയിൽ അദാനി കമ്പനി പറയുന്നു. ആരെങ്കിലും ഒന്ന് ഈ പൊട്ടനോട് പറഞ്ഞു കൊടുക്ക്. 29-ന് ഒപ്പിട്ടത് കരാർ അല്ല, കരാറിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ആണ്. അത് വേണം, അതിനാരുടെയും സമ്മതം വേണ്ട. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ കരാറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ MSc കമ്പനി അവിടുന്ന് പറയാ ഞങ്ങള് കരാറിലേക്ക് ഉണ്ട് എന്ന് പറയാ. അത് സംബന്ധിച്ച് ഒരു തീരുമാനമാവണ്ടേ, ഒരു ഉറപ്പ് കിട്ടണ്ടേ? എന്നാലല്ലേ, ഉറപ്പ് കിട്ടിയാലല്ലേ ഇതിനു വേണ്ടിയിട്ട് അനുമതിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ആ ഒരു ഉറപ്പാണ് 29-ന് ഒപ്പുവെച്ചത്. അതിനുശേഷമാണ് സെബിക്ക് കത്തയച്ചത്. സെബി വേറെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സെബി എന്താ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരാ? എന്നാൽ അക്കാര്യം തീരുമാനിച്ചതായി ജൂൺ 29-ന് ഒപ്പിട്ട് 30-ന് സെബിക്ക് സമർപ്പിച്ച രേഖയിൽ അദാനി കമ്പനി പറയുന്നു. കരാറിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. VD സതീശൻ പറഞ്ഞിരുന്നു കരാറിനെ കുറിച്ച് ഞാൻ അറിയില്ല, ബുധനാഴ്ചയാണ് പറഞ്ഞത്, ബുധനാഴ്ച രാവിലെയാണ് പറഞ്ഞത്, ബുധനാഴ്ച വൈകിട്ടാണ് ഇത് സംബന്ധിച്ച കത്ത് സതീശന് കിട്ടുന്നത്. സ്വാഭാവികം. MScയുടെ വരവ് സംബന്ധിച്ച് മുൻ സർക്കാരിന് അറിയാമായിരുന്നു എന്നും ആദ്യം വാർത്ത വന്നത് ദേശാഭിമാനിയിലായിരുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. എന്ത് വസ്തുതാവിരുദ്ധം? ആദ്യമായി ദേശാഭിമാനിയിലാണ് വന്നത് എന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. നമുക്ക് വേണം പറയാം, ആദ്യമായി വന്നത്.
കാരണം അതിന്റെ മുന്നേ മാതൃഭൂമിയിലും അതിന് മുന്നേ ഏതിലും വന്നിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിലോ എക്കണോമിക്സ് ടൈംസിലോ ഏതിലോ ഒരു ഇംഗ്ലീഷ് പത്രത്തിലും വന്നിരുന്നു. അതിലിപ്പോ എന്താ പ്രശ്നമേ? ഈ എല്ലാ നാട്ടിലിറങ്ങുന്ന എല്ലാ പത്രങ്ങളും രാവിലെ തന്നെ സതീശൻ വായിച്ചോളുന്നുണ്ടോ? ആരെങ്കിലും വായിക്കുമോ? സതീശന് കിട്ടിയ പത്രം ദേശാഭിമാനിയിൽ ജൂൺ 5 ദേശാഭിമാനിയിൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ സതീശൻ പറഞ്ഞു, ഇതാ ജൂൺ 5 ദേശാഭിമാനിയിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പത്രം തന്നെ പറയുന്നു. ജൂൺ 5 നിങ്ങളുടെ പത്രം പറയുന്നു MSC കമ്പനി ഇവിടെ വരുന്നു, MSC കമ്പനി ഇവിടെ പ്രത്യേകിച്ച് അവരൊരു ടവർ ഇവിടെ ഉണ്ടാക്കുന്നു, അവര് 49% ഷെയർ വാങ്ങാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു, ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. സതീശൻ പറഞ്ഞ എന്താണ്? ഇതാ ദേശാഭിമാനിയിലുണ്ട്, ദേശാഭിമാനിയാണ് ആദ്യമായി വാർത്ത കൊടുത്തത്. ശരി തന്നെ, സതീശന് എന്താ പറയാ 2-3 ദിവസം മുമ്പ് മാതൃഭൂമിയിൽ ഈ വാർത്ത ഉണ്ടായിരുന്നു എന്നുള്ളത് സതീശന് ഒരു പക്ഷേ സതീശൻ വായിച്ചിട്ടുണ്ടാവില്ല. അതിനിപ്പോ എന്താ പ്രശ്നം? അതിന് സതീശൻ കള്ളത്തരം പറഞ്ഞു. എന്താ പറയാ, നിങ്ങളെ പത്രത്തിൽ ഉണ്ട് എന്ന് സതീശൻ പറയുകയും നിങ്ങളെ പത്രത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ പറയാം സതീശൻ കള്ളത്തരം പറഞ്ഞു. അങ്ങനെയല്ലടോ, അല്ല രാജീവേ, അല്ലേ? അതല്ലടോ ഒരു ന്യായം. എന്നിട്ട് സതീശൻ കള്ളത്തരം പറഞ്ഞു എന്ന് പറയാ. ഇത് അതിന്റെ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ തന്നെ അതാണ്. ഇവര് സതീശനെ നുണേശൻ എന്ന് വിളിച്ചിട്ടായിരുന്നല്ലോ ആഘോഷിച്ചത്. സതീശന്റെ നുണ പൊളിഞ്ഞു എന്നാണ് കേട്ടോ. അതാ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ തന്നെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി അല്ല, സതീശന്റെ നുണ പൊളിഞ്ഞു. ഇതെന്തപ്പോ സതീശൻ എന്ത് നുണയാ പൊളിഞ്ഞത്? ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി. മറ്റേ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത്? അല്ലെ, അത് വളരെ കൃത്യമായി തന്നെ സതീശൻ പറഞ്ഞു. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത് എപ്പോഴാണ്? ജൂൺ മാസം. അതായത് സതീശൻ അധികാരമേറ്റ് 2 ആഴ്ചക്കുള്ളിൽ. സതീശൻ 18-ാം തീയതി മെയ് 18-ന് അധികാരമേൽക്കുന്നു. ജൂൺ 5-ന് ജൂൺ 1-ന് തന്നെ എക്കണോമിക്സ് ടൈംസിലുണ്ട്, ജൂൺ 3-ന് മാതൃഭൂമിയിലുണ്ട്, ജൂൺ 5-ന് ദേശാഭിമാനിയിലുണ്ട്. അവരൊക്കെ എന്താ പറയുന്നത്? MSC കമ്പനി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. എന്നോ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ആ ചർച്ച ഒന്നുകൂടി സ്പീഡപ്പ് ആവുന്നു, 49% ഷെയർ വാങ്ങുന്നു എന്നൊക്കെ പത്രവാർത്തയാണ്. അതായത് ഈ കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ എക്സ്ക്ലൂസീവ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ഇത്തരം വാർത്തകളൊക്കെ ചോർത്തും കമ്പനികളിൽ നിന്ന്. അത് ഏറ്റവും കൂടുതലായി ചോർത്താൻ പറ്റുന്ന എവിടുന്നാണ്? ഇടതുപക്ഷ സർക്കാരിൽ നിന്നല്ലേ. കാരണം അവരല്ലേ കഴിഞ്ഞ പി രാജീവും VN വാസവനും ഈ പറയുന്ന കാരണഭൂതവും ഈ പറയുന്ന ദിവ്യ സയ്യരും എല്ലാവരും കൂടിയല്ലേ MSCനെ കൊണ്ട് ക്ഷണിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അവർക്കല്ല അറിയാം MSC 49% ഷെയർ അല്ല സതീശൻ അറിയാം. ഇത് തന്നെ കാര്യേ. ഞാനതാ പറയുന്നത്, മുഴുവൻ വിഡ്ഢിത്തങ്ങൾ. ഞാൻ ഒറ്റ സാമ്പിള്, രാജീവന്റെ ഒരു സാമ്പിൾ, എന്താ പറയാ, സാമ്പിൾ വെടിക്കെട്ട് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അതിന്റെ ഒരു ശ്രദ്ധ പതിപ്പിച്ചെന്നുള്ളൂ. ഇതാ ഇനി മറ്റൊന്ന്. മംഗളൂരു യാത്രയ്ക്ക് പിന്നാലെ ശരവേഗം. എനിക്ക് തോന്നുന്നു ദേശാഭിമാനി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മംഗളൂരു യാത്ര. ഇതൊക്കെ ഉളുപ്പില്ല ഇവർക്ക്. വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരിയുടെ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം ആരംഭിച്ചത് VD സതീശന്റെ മംഗളൂരു യാത്രക്ക് പിന്നാലെ. നോക്കണം, വിഴിഞ്ഞം തുറമുഖ കമ്പനിയിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരിയുടെ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം ആരംഭിച്ചത് VD സതീശന്റെ മംഗളൂരു യാത്രക്ക് പിന്നാലെ. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുന്നതിന് മുമ്പ് സതീശൻ മംഗളൂരു യാത്ര പോയി. അതിനെ തുടർന്നാണത്രേ. അതിനൊക്കെ ഈ രാജീവിന്റെ കാര്യത്തിൽ സംസ്ഥാന താല്പര്യം സംരക്ഷിച്ചാലെന്നുള്ള തലക്കെട്ടിലെ വാർത്തയിലെ കണ്ടന്റ് ഒന്നുമില്ല, വാർത്തയുടെ ഉള്ളിലെ കാര്യമൊന്നുമില്ല. സംസ്ഥാനത്തിന്റെ താല്പര്യം, എന്ത് സംസ്ഥാനത്തിന്റെ എന്ത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടാതിരുന്നത്? അതാണ് സതീശൻ ഇന്നലെ കൃത്യമായി ചോദിച്ചത്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എന്താണ് എന്റെ ഗവൺമെന്റ് ചെയ്ത തെറ്റ്? ഈ കാര്യത്തിൽ ആർക്കും പറയാനുണ്ട്. ആകെ പറയാനുള്ളത് നേരത്തെ തന്നെ അദാനി സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതായിരുന്നു. നേരത്തെ തന്നെയാണ് അറിയിച്ചത്, കരാർ ഒപ്പിടുന്നതിന് മുമ്പേ. സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞു, കരാർ ഒപ്പിട്ടിട്ടില്ല. സതീശൻ മാത്രമല്ല കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, കരാർ ഒപ്പിട്ടിട്ടില്ല, കരാർ ഒപ്പിടാനായിട്ടില്ല. അതിന് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഒരു കടമ്പയാണ് സംസ്ഥാന സർക്കാരിന്റെ അനുമതി. ഇനിയും പി രാജീവേ മനസ്സിലായില്ലെങ്കിൽ മോനെ മനസ്സിലാക്കണ്ട കേട്ടോ, മനസ്സിലാക്കണ്ട. നിങ്ങൾ ഇങ്ങനെ കിടന്നും കണ്ട് പൊലമ്പിക്കോളി, ആൾക്കാർ നിങ്ങളെ പരിഹസിച്ച് ചിരിക്കും. ഈ പൊട്ടനെ തോൽപ്പിച്ചത് നന്നായി, അങ്ങനെ ഒരു സമാധാനം ആൾക്കാർക്കുണ്ട്. ഈ പൊട്ടനെയൊക്കെ തോൽപ്പിച്ചത് നന്നായി എന്നേ ആൾക്കാർ കരുതുള്ളൂ. ഇനി വേറൊന്ന്, സതീശനെ പരിഹസിച്ചുകൊണ്ട് പരോക്ഷമായി ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഓഹരി വിറ്റാൽ എന്താ കുഴപ്പമെന്ന്
ഓഹരി വിറ്റാ എന്താ കുഴപ്പം? ഓഹരി വിറ്റാ എന്താ കുഴപ്പമെന്ന്? ഓഹരി വിൽക്കണ്ടേ? അതല്ല ബിസിനസ്, അതല്ല കച്ചവടം. അദാനിനെ കച്ചവടം പഠിപ്പിക്കുക നിങ്ങള്. ഓഹരി വിറ്റാൽ എന്താ കുഴപ്പമെന്ന് സതീശൻ ചോദിച്ചത്രേ. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഓഹരി വിൽപ്പന നീക്കത്തെ പരോക്ഷമായി ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാത്രമല്ല, അത്യാവശ്യം തലയിൽ ഓളുള്ള ആൾക്കാരൊക്കെ ഈ ഓഹരി കൈമാറ്റത്തെ ന്യായീകരിക്കും. ഇതാണ് ശരി, ഓഹരി കൈമാറണം. ഓഹരി കൈമാറ്റത്തിലൂടെയാണ് 13,000 കോടി രൂപ അദാനി ഉണ്ടാക്കിയത്. അതാണ് ബിസിനസ്, അതാണ് പുതിയ കാലത്തിന്റെ മാനേജ്മെന്റ് തന്ത്രം, സാമ്പത്തിക തന്ത്രമാണതൊക്കെ. എയറിൽ നിന്ന് പൈസ ഉണ്ടാക്കുമെന്ന് കേട്ടില്ലേ? അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതായത് അദാനി ഏതാണ്ട് 2,454 കോടി രൂപ, അതാണ് എന്റെ ഒരു ഓർമ്മയിൽ, അതാണ് 2,454 കോടി രൂപയാണ് അദാനി മുടക്കിയത്. ഇനിയിപ്പോ 19,000 കോടി രൂപ കൂടി ഈ അടുത്ത വർഷം 2028 ആകുമ്പോഴത്തേക്ക് മുടക്കും. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ 2028 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ മൂല്യം ഏതാണ്ട് ഒരു 27,000 കോടിയൊക്കെ ആകും. അപ്പൊ അതിന്റെ ഒരു 49% MSE കമ്പനിക്ക് വിറ്റഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയൊക്കെയാണ് ബിസിനസ്, പുതിയ കാലത്തെ ബിസിനസ്. ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. 50-60 വർഷം മുമ്പല്ലേ? അന്തംകമ്പികൾ മുഴുവനും ജീവിക്കുന്നത് 50-60 വർഷം മുമ്പുള്ള ലോകത്താണ്. അവർക്ക് പുതിയ കാലത്തിന്റെ സാമ്പത്തിക കൈമാറ്റങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതല്ല മറ്റേ കയറുപിരി ശാസ്ത്രജ്ഞൻ, ആലപ്പുഴയിലുള്ള നമ്മുടെ കയറുപിരി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഐസക് പറഞ്ഞത്. ഐസക് പണ്ട് നരേന്ദ്രമോദി ഡിജിറ്റൽ ക്യാഷ്ലെസ് പേയ്മെന്റ് അല്ലേ, നമ്മളിപ്പം മിക്കവാറും ഇവിടുത്തെ ആൾക്കാർ മുഴുവനും ഗൂഗിൾ പേ വഴിയാണ് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുക. മീൻ വാങ്ങണമെങ്കിൽ 50 രൂപക്കോ 100 രൂപക്കോ മീൻ വാങ്ങണമെങ്കിൽ ഗൂഗിൾ പേയിലാണ് നമ്മൾ കൊടുക്കുക. വഴിയോരത്തുനിന്ന് ഒരു കരിക്ക് വെട്ടി കുടിക്കുകയാണെങ്കിൽ അതിന്റെ പൈസ 50 രൂപ ഒരു ഗൂഗിൾ പേ ചെയ്യും. എല്ലാ സ്ഥലത്തും വഴിയോര പച്ചക്കറി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും ഉൾപ്പെടെ എല്ലാ ആൾക്കാരും മറ്റേ ഇതിന്റെ QR കോഡ് മുന്നിൽ ഉണ്ടാവും. അത് നമുക്ക് GPay ഗൂഗിൾ പേ ചെയ്യാം. പക്ഷെ ഈ കയറുവിധി ശാസ്ത്രജ്ഞൻ പണ്ട് പറഞ്ഞ എന്തായിരുന്നു അറിയോ? പണ്ട് പറഞ്ഞത്, അയ്യേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മോദിക്ക് വല്ല ബോധം വിവരുണ്ടോ? ക്യാഷ്ലെസ് പേയ്മെന്റ് ഇന്ത്യയിൽ നടക്കുകയെ, കേരളത്തിൽ നടക്കുക, എങ്ങനെ നടക്കാൻ? ഇതൊക്കെ സാധാരണ ഈ വഴിയോര കച്ചവടക്കാർക്ക് എന്ത് ക്യാഷ്ലെസ്, എന്ത് ഈ ഡിജിറ്റൽ പേയ്മെന്റ്, അയ്യേ ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ ഇവനെ കണ്ടല്ലോ. ഐസക്കിന്റെ വേറൊരു പുതിയൊരു കണ്ടുപിടുത്തമുണ്ട്. ഐസക് പണ്ഡിതന്റെ ഒരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. ഞാനത് വേറൊരു വീഡിയോ പറയാം, ഇതിൽ ഞാൻ പറയുന്നില്ല തൽക്കാലം. അപ്പൊ അങ്ങനെ 49% ഓഹരി MSE കമ്പനിക്ക് നൽകുന്നത് കൊണ്ട് തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടില്ല എന്നാണ് സതീശന്റെ വാദം. ശരിയാണോ? അന്തംഗമികളത് ശരിയാണ്. പോർട്ടിന്റെ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഈ കരാറൊന്ന് പഠിക്കുക. ഓൺലൈനിൽ ഒരുപാട് ഓൺലൈൻ പോർട്ടലുകളിലെ കരാറിന്റെ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധന്മാര് പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്ക്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശം പോകുന്നില്ല. സംസ്ഥാന സർക്കാരിനാണ് അതിന്റെ മൃഗീയമായ ഏറ്റവും കൂടുതൽ അതിന്റെ ഷെയർ ഉള്ളത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ്. സംസ്ഥാന സർക്കാർ ഈ അദാനി 2,454 മുടക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ 3,700 കോടി മുടക്കി കഴിഞ്ഞു. ഇനിയൊരു 2,000 കോടിയായിട്ട് ഇനി മുടക്കാൻ വേണ്ടി പോകുന്നു. ഏതാണ്ട് അദാനി മുടക്കിയതിനേക്കാൾ കൂടുതൽ മുടക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല ഭൂമി മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അദാനിക്ക് ഇത് നടത്തിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഈ പോർട്ട് ഒന്ന് ബിൽഡപ്പ് ചെയ്യാനും അതിന്റെ നവീകരണത്തിനും അതിന്റെ വികസനത്തിനും അതിന്റെ പ്രവർത്തനത്തിനും ഒക്കെയാണ്, അത് ഡിസൈൻ ചെയ്യാനും ഒക്കെയാണ് അദാനിയെ ഏൽപ്പിച്ചത്. അടുത്ത 2080 വരെ അദാനി നടത്തിക്കൊണ്ടുപോകും. അപ്പൊ നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ അദാനിയുടെ ഷെയർ അദാനി സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വരുന്നൊന്നുമില്ല. ഇവരുടെ വർത്താനം കണ്ടിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശമായിട്ട് പോയിന്ന്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശം അവിടെ ഉണ്ട്. അദാനിയുടെ കയ്യിലുള്ള ഷെയർ അദാനി വിക്കട്ടനെ. ഇത് നല്ല കഥയെ. അദാനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കരാറിലുള്ളതാണെന്നേ. ഇതൊക്കെ ഉമ്മൻചാണ്ടിയും കെ ബാബുവും തയ്യാറാക്കിയ കരാറ്. കാരണഭൂതത്തിന്റെ സർക്കാർ വിശദമായി ഇതൊക്കെ പഠിച്ചിട്ട് അവര് കൂടുതൽ അഡീഷണൽ ആയിട്ട് ഒരു 5 കൊല്ലം കൂടി ഇയാൾക്ക് നീട്ടിക്കൊടുത്തു. അദാനി പാർട്ട്ണറല്ലേ, പാർട്ട്ണർക്ക് 5 വർഷം കൂടിയാണ് നീട്ടിക്കൊടുത്തു. ഈ കഴിഞ്ഞ ഈ 10 വർഷം ഈ പദ്ധതി ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോയതിന് അദാനിക്കുള്ള നഷ്ടപരിഹാരം, അദാനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അദാനി പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു, എന്താ അദാനിയേട്ടാ നിങ്ങൾ തരണ്ടട്ടോ, നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ് അദാനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതാണ് പിണറായി വിജയൻ. അങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദിവ്യ സയ്യരെ ഇതിന്റെ MD ആക്കിയത്.
അല്ല മറ്റേ പെട്ടിരൂക്കി കെ കെ രാഗേഷ് പറയുന്ന പോലെ അദാനിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദാനി കരാർ ലംഘിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആളായിരുന്നില്ല ദിവ്യ എസ് അയ്യർ ആരായിരുന്നു? അദാനിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ പ്രതിഷ്ഠിച്ച പിണറായി വിജയന്റെ സ്വന്തം ആളായിരുന്നു ദിവ്യ എസ് അയ്യർ. മനസ്സിലാക്കിക്കോ, ഇതെല്ലാ ആൾക്കാർക്കും അറിയാം. അതല്ലാതെ അദാനിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവ്യ എസ് അയ്യർ ഇവിടെ നിന്ന് കണ്ട് ഇങ്ങനെ കണ്ണുരുട്ടി അദാനിനെ പേടിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ പെട്ടി തൂക്കി രാഗേഷ് കർണട്ടാ എന്ന് വിളിച്ചപ്പം മൂപ്പര അങ്ങോട്ടാണ്ട് അലിഞ്ഞു പോയതാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂർ DCC പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ മറ്റൊരു വീഡിയോ പറയാം. ഈ പെട്ടി തൂക്കി കെ കെ രാഗേഷിന്റെ പുതിയ ചരിത്രങ്ങളൊക്കെ ഈ ഒളിമ്പിക്കൽ പരിപാടിയെ കുറിച്ചൊക്കെ കണ്ണൂർ DCCയുടെ പ്രസിഡന്റ് പറയുന്നുണ്ട് കേട്ടോ. അത് പറയാം ഞാൻ. അത് ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. അദാനിയുടെ ഓഹരി മറ്റൊരു കമ്പനിക്ക് നൽകുന്നത് സർക്കാരിന്റെ ഓഹരിയെ ബാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി വാദിക്കുന്നത്. എന്തോ സതീശൻ എന്തോ അപരാധം ചെയ്ത പോലെയാണ്. അദാനി പോർട്ടും സംസ്ഥാന സർക്കാരും തമ്മിലുണ്ടാക്കിയ കൺസെഷൻ പ്രകാരം 25% കൂടുതലോ ഓഹരി മറ്റൊരു കമ്പനിക്ക് കൊടുത്താൽ ഉടമസ്ഥാവകാശം മാറ്റാനാകും. ചേട്ടോ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എഴുതി വെക്കുന്നത്. ഈ പത്രം ചെയ്യുന്ന ദ്രോഹം ഉണ്ടല്ലോ. പക്ഷെ അപ്പം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, ദേശാഭിമാനി പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ. അതാണ് ഏക ഒരു രക്ഷ. അന്തംഗമികളെ കേട്ടോളി. അപ്പം ഗോവിന്ദൻ നമ്മളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ദേശാഭിമാനി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ദേശാഭിമാനിയിലെ സത്യമൊന്നുമല്ല, അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞതാണ്. ദേശാഭിമാനി അങ്ങനെ നേരെ അറിയാനൊന്നുമല്ല. ദേശാഭിമാനിയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ദേശാഭിമാനി വായിക്കേണ്ട, പകരം നിങ്ങൾ മനോരമയും മാതൃഭൂമിയും വായിച്ചാൽ മതി എന്ന് അപ്പം ഗോവിന്ദൻ പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പം ഗോവിന്ദൻ അതാണ് ഉദ്ദേശിച്ചത്, ദേശാഭിമാനി വായിക്കേണ്ടെന്ന്. പുത്തലത്ത് ദിനേശനും അപ്പം ഗോവിന്ദനും ഒക്കെ തമ്മിലുള്ള അത് വേറെ കാര്യം. CPM-നുള്ളിലുള്ള പൊട്ടിത്തെറികൾ, CPM-നുള്ളിൽ നടക്കുന്ന അധികാര വരമ്പഴിയുടെ ഭാഗമായിട്ട് ദേശാഭിമാനി നിങ്ങൾ വായിക്കണ്ട എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ആ സ്ഥിതി വരെ എത്തിയ കാര്യങ്ങൾ അല്ലേ. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദേശാഭിമാനിയിൽ നിറയെ വിഡ്ഢിത്തങ്ങളാണ്. സാധാരണ കള്ളത്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇന്ന് കള്ളത്തരങ്ങളെ മറികടന്നുകൊണ്ട് 1ാം നമ്പർ പൊട്ടത്തരങ്ങള്, വിഡ്ഢിത്തരങ്ങള്. എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ വായിക്കുന്ന ആൾക്കാർ ഈ പത്രമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ ബുദ്ധി എന്നെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത വേണ്ടേ. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം കേട്ടോ. മുൻ വ്യവസായ മന്ത്രി P. രാജീവിന്റെ ഒരു കിടിലൻ സാധനമുണ്ട്. രാജീവ് പറയുന്നത് എന്താ അറിയോ? സംസ്ഥാന താല്പര്യം സംരക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചില്ല. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? സംസ്ഥാനത്തിന്റെ എന്ത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടാതെ പോകുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് പല പ്രാവശ്യം പറഞ്ഞതാണ്, പറഞ്ഞ് ആൾക്കാർക്കൊക്കെ ഹൃദയസ്ഥമാണിത് അല്ലേ, എല്ലാവർക്കും മനഃപ്പാടമാണ്. അദാനിയുടെ കയ്യിലുള്ള ഷെയർ അദാനിക്ക് 75% വരെ അത് വിൽപ്പന നടത്താം. 75% വരെ അദാനിയുടെ കയ്യിലുള്ള ഷെയർ അദാനിക്ക് വിൽപ്പന നടത്താം. അത് ഈ ധാരണാപത്രത്തിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സർക്കാരും അദാനിയും തമ്മിൽ ഉണ്ടാക്കിയ, നേരത്തെ ഉമ്മൻചാണ്ടി മുതൽ ഇങ്ങോട്ടേക്ക് ഉമ്മൻചാണ്ടി പ്ലസ് കെ ബാബു അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയും അതുണ്ടാക്കിയ ആ കരാറ് മുതൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് പിണറായി വിജയനും തുറമുഖ മന്ത്രിയായിരുന്ന VN വാസുവിനൊക്കെ ഉണ്ടാക്കിയ കരാറ് ഉടനീളം അനുബന്ധ കരാറിലൊക്കെ ഉള്ളത് 75% ഓഹരിയും അദാനിക്ക് വിൽപ്പന നടത്താം. പക്ഷേ അദാനി 49% ഓഹരി മാത്രമാണ് വിൽപ്പന നടത്തിയത്. ഇതിൽ സംസ്ഥാന താല്പര്യത്തിന് എന്താണ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഇപ്പൊ എന്താ തകരാറ്? ഇയാളെന്താ പറയുന്നത് നോക്കാം നമുക്ക്. രാജീവ് പറയുന്നത്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താല്പര്യം സംരക്ഷിച്ചില്ല എന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ്. അപ്പൊ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചില്ല എന്നാണ് രാജീവ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി അദാനി കമ്പനി തേടിയിട്ടുണ്ടോ എന്നതിനാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്. അദാനി കമ്പനി സംസ്ഥാന സർക്കാരിന് കത്തയച്ചു, ഞങ്ങൾ ഇതാ ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടത്താൻ വേണ്ടി പോകുന്നു, അതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട്, അനുമതി തരണം, അതിന്റെ കുറേ കൂടി വിശദീകരണം
അതുൾപ്പെടെയുള്ള കത്താണ്, 2 കത്തുകളാണ് അയച്ചത്. ഇതൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ല, ഇന്നലെ വി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, കരാർ ഒപ്പിട്ടിട്ടില്ല, കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് തന്നത്. സംസ്ഥാന സർക്കാർ അത് എംപവർ കമ്മിറ്റി ഏൽപ്പിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ അവര് പരിശോധിച്ചിട്ട് അനുമതി നൽകും. എന്നിട്ടും പി രാജീവ് പറയുകയാണ്, എന്താ പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി അദാനി കമ്പനി തേടിയിട്ടുണ്ടോ എന്നതിനാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞോ, തേടിക്കഴിഞ്ഞോ. ഇനിയിപ്പോ തേടിയിട്ടുണ്ടോ എന്നിങ്ങനെ വിളിച്ചു പറയണോ? എന്താണ് ഈ പൊട്ടം പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കാനുള്ള താർക്കിക ബുദ്ധിയാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കാണിച്ചത് എന്ന് പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്രസക്തമായ കാര്യങ്ങളാണ് അത്ര പറഞ്ഞത്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനം മുഴുവനായി കണ്ടതാണ്. അതിലൊരു അപ്രസക്തമായ, രാജീവിന് ചിലപ്പോൾ അതൊക്കെ അപ്രസക്തമായി എന്ന് തോന്നിയിരിക്കും. ഇന്നലെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 100 ദിന കർമ്മ പരിപാടികൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 100 ദിവസത്തിനുള്ളിൽ ഒരു 354 356 പദ്ധതികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതികൾ 100 ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ അതിനുള്ള മോണിറ്ററിംഗ്, അതിനുള്ള ശ്രദ്ധ മന്ത്രിതലം മുതൽ പൊതുജനങ്ങൾക്ക് വരെ ഇത് ശ്രദ്ധിക്കാം. ഇതിനു വേണ്ടി ഒരു പോർട്ടൽ, ആർക്കും കാണാവുന്ന ഒരു പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഓരോ ദിവസവും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും അത് ആ പോർട്ടലിൽ കയറി ഓരോ പദ്ധതി എവിടം വരെ എത്തി, ഓരോ ദിവസവും ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാന സർക്കാർ അതിന്റെ പദ്ധതികൾ എവിടെയൊക്കെ, ഏതൊക്കെ പദ്ധതികൾ ഏത് ഘട്ടം വരെ എത്തി എന്ന് ഓരോ ദിവസവും അതിന്റെ പുരോഗതി ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണ് എന്നൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെയാണ് സതീശൻ പറഞ്ഞത്. PSC അല്ലെ ഏറ്റവും വലിയ തട്ടിപ്പ്, പിണറായി വിജയന്റെ ഏറ്റവും വലിയ തട്ടിപ്പ്, പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ തൊഴിൽ തട്ടിപ്പ്. ആ തൊഴിൽ തട്ടിപ്പ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയാണ് അന്വേഷണത്തിന്. ഈ പിണറായി വിജയൻ തുടങ്ങി വെച്ച ഒക്കെ ഇവര് ചെയ്തു വെച്ച അബദ്ധങ്ങളാണ് മുഴുവൻ. വി ഡി സതീശൻ സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പണ്ട് 10 വർഷം ഇവർ ചെയ്ത തോന്നിയാസങ്ങൾ, ഇവർ ചെയ്ത തെമ്മാടിത്തങ്ങൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളും ഇതിന്റെ തിരുത്തലുകളും, ഇതിനാണ് വി ഡി സതീശൻ സർക്കാരിന്റെ എന്താ പറയാ, ആ മന്ത്രിസഭയുടെ സമയത്തിന്റെ പകുതിയിലേറെ സമയം ആവശ്യം കാരണഭൂതം ചെയ്തു വെച്ച തകരാറുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് PSC, അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ തുരങ്കപാത വിദഗ്ധരൊക്കെ ഇപ്പൊ പറയുന്നത്, ഈ തുരങ്കപാത യഥാർത്ഥത്തിൽ പരിസ്ഥിതി പഠനങ്ങളൊന്നും വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല. പരിസ്ഥിതി ആഘാത പഠനങ്ങൾ അതൊന്നും വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല. വിദഗ്ധരുടെ അവരുടെ പല നിർദ്ദേശങ്ങളും അവഗണിച്ചു. വളരെ പെട്ടെന്ന് ഒരു മുന്നൊരുക്കങ്ങളില്ലാതെ, കാരണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ വയനാട്ടിലേക്ക് തുരങ്കപാത ഇവർ പറഞ്ഞിരുന്നല്ലോ. ഇവരുടെ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച പ്രചാരണ പരിപാടികളിലൊക്കെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റായിരുന്നു ഇത്. ഞങ്ങൾ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളിതാ വയനാട്ടിലേക്ക് ഒരു തുരങ്കപാത കാരണഭൂതമാണ്, പാറ പൊട്ടിച്ചതുകൊണ്ടുള്ള ഉദ്ഘാടനം, അങ്ങനെയുള്ള ഇവരുടെ ഈ കണ്ണ് പൊടിയിടുന്ന ഈ പറയുന്ന ഉഡ്ഡായിപ്പ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ആണ് കഴിഞ്ഞ ദിവസം അവിടെ, കാരണം അത് വളരെ ലോല പ്രദേശമാണ്, പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല. ഇത് നേരത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഗാഡ്ഗിൽ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞതാണ് അല്ലേ. ഇതിന്റെ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങൾ അവിടെ ഉണ്ടായത്. ഏതായാലും ഇതൊക്കെ അന്വേഷിക്കാൻ അവിടെ ഈ തുരങ്ക നിർമ്മാണം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വട്ടം കൂടി ഇത് യഥാർത്ഥത്തിൽ പഠിച്ചിട്ട് ഇത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം വിദഗ്ധർ പറയട്ടെ, എന്നിട്ട് മാത്രമേ ഇതിന്റെ പണി തുടങ്ങുള്ളൂ എന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ക്ലീൻ ആയിട്ടാണ്, ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പി രാജീവിനെ മനസ്സിലാവാത്തത് അയാള് അത്രയും മന്ദബുദ്ധിയായതുകൊണ്ടിരിക്കും. സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായി. കാരണം വി ഡി സതീശന്റെ ഒക്കെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാലേ ആ രീതിയിലൊരു പത്രസമ്മേളനം നടത്താൻ, ആ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ, ക്ലാരിറ്റിയോടെ കൃത്യതയോടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രതിപക്ഷത്ത് ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറ്റുമോ? എന്ത് വ്യക്തതയാണ് അദ്ദേഹം പറയുന്നത്? കരാറായിട്ടില്ല, കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല, കരാറിലേക്ക് ഒപ്പുവെക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിനോട് അവര് അനുമതി ആവശ്യപ്പെട്ടത്. ആ അനുമതി അവർ നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു എംപവർ കമ്മിറ്റി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിച്ചിട്ട് അവർക്ക് അതിനുള്ള അനുമതി കൊടുക്കും.
ഇതൊക്കെ കഴിഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ അനുമതി കൂടി കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ഈ കരാറിൽ ഒപ്പിടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവര് പണ്ടേ പറഞ്ഞു വെച്ചൊരു സാധനമുണ്ട്, അതായത് കരാർ ഒപ്പുവെച്ചു, വിൽപ്പന നടത്തി. ഇനി അദാനിയുടെ കയ്യിലുള്ള ഈ 49% ഷെയർ MSC കമ്പനിക്ക് വിൽപ്പന നടത്തിയാൽ സംസ്ഥാനത്തിന് എന്താ പ്രശ്നം? സംസ്ഥാനത്തിന് ഒരു പ്രശ്നവുമില്ല. സംസ്ഥാനത്തിന് വികസനത്തിലേക്ക് സംസ്ഥാനം കുതിക്കുകയാണ് ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു മുതൽ മുടക്ക് വരികയാണ്. ഒരു 13,000 കോടി രൂപ കൂടി MSC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് വ്യവസായം നടത്തുന്ന കമ്പനി, ആ കമ്പനിയാണ് കേരളത്തിൽ മുതൽ മുടക്കുന്നത്. ഈ കമ്പനിയെ ക്ഷണിച്ചുകൊണ്ടുവന്നവരാണ്? ക്ഷണിച്ചുകൊണ്ടുവന്നത് പി രാജീവാണ്. 2025 അന്നത്തെ ദേശാഭിമാനിക്ക് നോക്കിയാൽ മതി, സഖാക്കൾ കുത്തിയിരുന്നിട്ട് ഓൺലൈനിൽ കിട്ടും.